8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. നിരവധി വർഷങ്ങളുടെ പരാതികൾക്കും പരിഭവങ്ങൾക്കും കാത്തിരിപ്പിനുമൊടുവിൽ ഉദരംപോയിൽ പനമ്പോയിൽ റോഡിൽ മാളിയേക്കൽ പ്രദേശത്ത് നവീകരണം ആരംഭിച്ചു. 2 കോടി രൂപ ചെലവിലാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നവീകരിക്കുന്നത്. റോഡ് നവീകരണം അശാസ്ത്രീയമാണെന്ന് നാട്ടുകാരുടെ പരാതി. 1 കിലോമീറ്ററും 600 മീറ്ററുമാണ് റോഡ് നവീകരിക്കുന്നത്. പ്രദേശത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ CPM നേതാക്കൾ ഭരണസ്വാധീനം ഉപയോഗിച്ച് നൽകിയ പരാതിയുടെയും കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് 2 കോടി രൂപ റോഡ് നവീകരണത്തിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക മാറ്റിവെച്ചത്. ഇത് പ്രകാരമുള്ള നവീകരണ പ്രവൃത്തിയാണ് അടിമുടി അശാസ്ത്രീയത നിറഞ്ഞിരിക്കുന്നത്. അഴുക്കുചാലുകൾ നിർമ്മിക്കുന്നില്ല. കൊറ്റങ്കോട് ഭാഗത്തേക്കുള്ള റോഡിലേക്കുള്ള ഓവുപാലം മാറ്റണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. റോഡിലെ വൈദ്യുതി പോസ്റ്റുകൾ പോലും മാറ്റാതെയുള്ള നവീകരണ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും MLA AP അനിൽകുമാറിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർ പരാതി നൽകി. മാളിയേക്കൽ പ്രദേശത്ത് വലിയ തോതിലാണ് അഴുക്കുചാൽ ഇല്ലാത്തതിനാൽ പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത്. ശാസ്ത്രീയമായി റോഡ് നവീകരിക്കുമ്പോൾ റോഡിന്റെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് സംവിധാനമൊരുക്കുന്നതിന് പകരം പല സ്ഥലങ്ങളിലും അഴുക്കുചാലുകൾ അടച്ചിരിക്കുകയാണ്. 2 കോടി രൂപ സംസ്ഥാന സർക്കാർ ഫണ്ട് ചിലവഴിച്ച് നടക്കുന്ന പ്രവൃത്തിയിൽ അടിമുടി അശാസ്ത്രീയത ആണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. റോഡ് മാളിയേക്കൽ ജുമാ മസ്ജിദ് വരെയുള്ള സ്ഥലത്ത് അഴുക്കുചാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ റോഡിൽ തന്നെ ബാക്കി വരുന്ന 1 കിലോമീറ്റർ അധികം വരുന്ന സ്ഥലം അഴുക്കുചാൽ നിർമ്മിക്കാതെയാണ് പ്രവൃത്തി നടക്കുന്നത്. റോഡ് പ്രവൃത്തി കരാറുകാരും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് ഫണ്ട് തട്ടിപ്പ് നടത്താനാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ മോശമായിട്ടാണ് നാട്ടുകാരോട് പെരുമാറിയതെന്നും നാട്ടുകാർ ആരോപിച്ചു. 2 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന പ്രവൃത്തി നാട്ടുകാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം മഞ്ഞപ്പറ്റ SC നഗർ റോഡ് പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിർമ്മിക്കുന്നത്. കാലപ്പഴക്കത്താൽ തകർച്ച നേരിടുന്ന ഓവുപാലം പുനർനിർമ്മിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഇതിനെതിരെ വേണ്ടിവന്നാൽ സമരങ്ങൾ നടത്താനും നാട്ടുകാർ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ ഈ റോഡിലേക്ക് 2 കോടി റുപ്യ പാസ്സായിട്ടുണ്ട്. അത് 1.65 കിലോമീറ്ററാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇല്ല ഫണ്ട് മുഴുവൻ വാളാഞ്ചിറപ്പടിക്ക് അവിടെ എല്ലാവരും അത് കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഡ്രെയിനേജ് ഉണ്ട്, അതേമാതിരി ഓവുപാലമുണ്ട്, മറ്റുള്ള കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഇലക്ട്രിക് കറണ്ട് ഓഫീസിൽ നിന്ന് തന്നെ മാറ്റുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കോളനിക്കുള്ള റോഡും അവിടുന്ന് അങ്ങോട്ട് കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടേക്ക് നടന്നു പോകാൻ ഇവിടെ ഏറ്റവും പഞ്ചായത്തിൻ്റെ റോഡ് വന്നുകൊണ്ട് മുട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടേക്ക് നടന്ന് ഇവിടേക്ക് ഒരു വണ്ടി വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റിങ്ങാണ്ട് വേണം വരണമെങ്കിൽ. അപ്പോൾ നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഇത് പൊളിച്ചിട്ട് ഈ ഒരു പോസ്റ്റ് ഇങ്ങോട്ടും ഒന്ന് മാറ്റിങ്ങാണ്ട് അവിടേക്ക് റോഡ് വണ്ടി ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത്. അതിന് ഡ്രെയിനേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അവിടെ ഒരു 3 പോസ്റ്റ് മാറ്റാനുണ്ട്, അത് മാറ്റിത്തരാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഇതും ഒരു 500-600 മീറ്റർ ദൂരത്തു നിന്നാണ് നമ്മളെ ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത്. ഈ എല്ലാ വെള്ളവും കൂടി ഏകദേശം 1 കിലോമീറ്റർ അടക്കം 2 ഭാഗത്തുനിന്നും കൂടി 2 സൈഡിൽ നിന്നും കൂടി ആയിട്ട് 1 കിലോമീറ്റർ ഭാഗത്തുനിന്നും വെള്ളം വരുന്നത് ഈ ഒറ്റ ഓവുകാലത്ത് കൂടെയാണ്. അതാണെങ്കിലോ ഇപ്പോൾ എത്രയോ മുമ്പ് ഉണ്ടാക്കിയ ഒരു ഓവുകാലാണ്, അതവിടെ പൊളിഞ്ഞിടാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുനരുദ്ധാരണം നടത്തിക്കാണ്ട് അതിനൊരു പുതിയ ഓവുകാലം ഉണ്ടാക്കുക. ഈ ഡ്രെയിനേജ് ഇല്ലെങ്കിൽ അതിന് വെള്ളം പോകാനുള്ളത് ഇപ്പോൾ എല്ലാ ചാലുകളും ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതൊന്ന് പുനഃസ്ഥാപിച്ച് തരിക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എയ്ക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, റിയാസ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതേമാതിരി MLAക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്നുകൊണ്ട് നമുക്കിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിനി. പിന്നെയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞത് ഒരിക്കലും നടക്കില്ല, ഇത് ഈ പോണത് തണ്ണീർത്തടാണ്, അതുകൊണ്ട് ആ തണ്ണീർത്തടം നികത്താനുള്ളതില്ല. എന്ത് തണ്ണീർത്തടമാണ് ഇവിടെ ഉള്ളത്? അവിടെ കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ അത് തണ്ണീർത്തടം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൻ്റെ പരമായിട്ടാണെന്നില്ല, അയാളെ ധിക്കാരപരമായ കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കാതെ പോണത്. അത് ഒഴിവാക്കിങ്ങാണ്ട് അധികൃതർ ഇതിനൊരു ഇതുണ്ടാക്കിങ്ങാണ്ട് നാട്ടുകാർക്ക് ഇത് യോഗ്യമാക്കി തരാമെന്നുള്ളതാണ് നമ്മളെ ആവശ്യം. അതിന് ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.